ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് എഗ്ഗ് ഡിവിളിൻ്റെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം. പേര് പോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവ ശരിക്കും ഡിവിളാവും. കാരണം നമുക്കിത് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എന്നാൽ നമുക്ക് നമ്മുടെ എഗ്ഗ് ഡിവിളിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്കിതിനായിട്ട് വേണ്ടത് 4 ഉരുളക്കിഴങ്ങാണ്. ഇവിടെ മീഡിയം വലിപ്പമുള്ള 3 ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലെ തൊലി കളഞ്ഞ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഓവറായിട്ട് കുക്കാകാൻ പാടില്ല. ഏകദേശം ഒരു 95-98% വേവിച്ചെടുക്കുക. ശേഷം ഇങ്ങനെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറുമ്പോഴേക്കും നമുക്കിതൊരു സ്മാഷറോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് വയ്ക്കാം. തരികളില്ലാതെ തന്നെ നല്ലതുപോലെ ഉടച്ചെടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് ഈ എഗ്ഗ് ഡിവിൾ തയ്യാറാക്കാൻ ആവശ്യമായ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം പെരുംജീരകം ഇട്ട് കൊടുക്കുക. പെരുംജീരകം ഇട്ട് കൊടുത്ത ശേഷം അതൊന്ന് പൊട്ടിത്തീരുന്നത് വരെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ ഇപ്പോൾ പെരുംജീരകമെല്ലാം അത്യാവശ്യം പൊട്ടിത്തീർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതലായിട്ട് നമുക്ക് ഈ സവാള വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. സവാള നന്നായിട്ടൊന്ന് വാടി ചെറിയ തോതിലൊന്ന് ചുവന്ന് വന്നാൽ മാത്രം മതി. അങ്ങനെ ഇവിടെ ഈ സവാള ചെറിയ തോതിലൊന്ന് വഴണ്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ. മുളക് പൊടിക്ക് പകരമായിട്ട് എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി എന്നിവയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ ഈ ചേർത്ത് കൊടുത്ത പൊടി ഐറ്റംസ് എല്ലാം മൂത്ത് ആ എണ്ണയെല്ലാം ചെറിയ തോതിൽ തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ തന്നെ വേവിച്ച് ഉടച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഇതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഉരുളക്കിഴങ്ങും മറ്റും ഇളക്കി യോജിപ്പിക്കുന്ന ഈ അവസരത്തിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി വയ്ക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പൂർണ്ണമായിട്ടും മാറുമ്പോഴേക്കും നമുക്കിവ കുറേശ്ശെ കയ്യിലെടുത്തുരുട്ടി അത്യാവശ്യം വലിപ്പമുള്ള ബോളുകളാക്കി വയ്ക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങും മറ്റും നല്ലതുപോലെ ടൈറ്റായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വേണം ഉരുട്ടിയെടുക്കാൻ. അല്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഭാഗം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇവിടെ 8 ഉരുളകൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്കായിട്ട് വേണ്ടത് 8 പീസ് മുട്ടയാണ്. ഇവിടെ നമ്മൾ 4 മുട്ട നേരത്തെ തന്നെ പുഴുങ്ങി 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യമായ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഈ എഗ്ഗ് ഡിവിൾ തയ്യാറാക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രധാന കാര്യങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു. ഒന്നുകൂടി ഉണ്ട്, കുറച്ച് ബ്രെഡ് പൊടി കൂടി തയ്യാറാക്കി വയ്ക്കുക. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ബോൾ ഓരോന്നായിട്ട് കയ്യിലെടുത്ത് ഇതുപോലൊന്ന് പരത്തിയതിന് ശേഷം അതിന് നടുവിലായിട്ട് 1 പീസ് മുട്ട വെച്ച് നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് പൊതിഞ്ഞെടുക്കാം. മുട്ടയുടെ എല്ലാ വശവും ഒരല്പം കട്ടിയോടുകൂടി കോട്ട് ചെയ്ത് വരത്തക്ക രീതിയിൽ വേണം നമുക്കിവ പൊതിഞ്ഞെടുക്കാൻ. പിന്നൊരു കാര്യം, നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഉരുളക്കിഴങ്ങ് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ടൈറ്റ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോർ പൊടി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഭാഗം പൊട്ടി എണ്ണയിലേക്ക് അങ്ങ് സ്പ്രെഡായി പോകും. അങ്ങനെ ഇവിടെ ആദ്യത്തെ ഉരുള റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ച മുട്ടയിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ശേഷം ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്ത ഉരുള ബ്രെഡ് പൊടിയിലേക്കിട്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഇവിടെ 5 എഗ്ഗ് ഡിവിൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവ ഓരോന്നായി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഇവിടെ നമ്മൾ അത്യാവശ്യം കൂടുതൽ എണ്ണ എടുത്തിട്ടുണ്ട്. പക്ഷേ എഗ്ഗ് ഡിവിളിൻ്റെ സൈസ് ഒരല്പം കൂടുതലായതുകൊണ്ട് തന്നെ എണ്ണയിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എണ്ണ എത്താത്ത ഭാഗത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം എഗ്ഗ് ഡിവിൾ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ എണ്ണ കിട്ടാത്ത ഭാഗം പെട്ടെന്ന് പൊട്ടിപ്പോകുകയും ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പോർഷൻ എണ്ണയിലേക്ക് സ്പ്രെഡായി പോകുകയും ചെയ്യും.
അതുപോലെ എണ്ണ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം 2-3 എഗ്ഗ് ഇടികൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതേ സമയം തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ സൗകര്യത്തിന് ഒരല്പം ഗ്യാപ്പ് ഇട്ട് വേണം നമുക്ക് ഈ എഗ്ഗ് ഇടികൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ എഗ്ഗ് ഇടികൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഒരെണ്ണം എണ്ണയിലേക്കിട്ട് പൊട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ബാക്കിയുള്ളതിട്ട് തയ്യാറാക്കി എടുക്കുന്നതാവും കുറച്ചുകൂടി ബെറ്റർ. നേരത്തെ 2 തവണകളിലായിട്ട് സൂചിപ്പിച്ചിരുന്നത് പോലെ കോൺഫ്ലവറിൻ്റെ കാര്യവും മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ എണ്ണ ഒഴിക്കുന്ന കാര്യവും മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്തിരി റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റുമാണ്. അങ്ങനെ പതിവ് പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ. തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.